സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി. മറുനാടൻ മലയാളിയുടെ ഒരു സ്ത്രീയാണ് ചാനൽ അവതാരക. എന്തായാലും ചരിത്രം പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ത് ചരിത്രമാണ് ഈ സ്ത്രീകൾ പഠിച്ചിട്ടുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ല, അവർ എങ്ങോട്ടും ചായും, ആരുടെ കൂടെയും ചായും. അവർക്ക് യാതൊരു പുളിപ്പുമില്ലാത്ത വർഗമാണ്. എന്തായാലും സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുന്നതല്ല ഇത്, പക്ഷേ സത്യം പറയുന്നു എന്നുള്ളതാണ്. യഹൂദന്മാരുടെ ഇസ്രയേലിന്റെ ചരിത്രമാണ് പറയുന്നത്. ഇസ്രയേൽ എന്നാണ് ഉണ്ടായത്? യഥാർത്ഥത്തിൽ ഇസ്രയേൽ എന്ന പേരെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചരിത്ര ബോധമെങ്കിലും ഇങ്ങനെയുള്ള സ്ത്രീകൾക്കുണ്ടാകണം. അതായത് ഷാജൻസ്കറിയാടേതാണ് മറുനാടൻ മലയാളി. അപ്പോൾ മറുനാടൻ മലയാളി എന്താണ് പറയുന്നതെന്ന് ഇവിടെയുള്ള കേരളത്തിലുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. എങ്ങനെയാണ്, എന്താണ് മറുനാടൻ മലയാളിയുടെ അജണ്ട, എന്താണ്, എവിടെ നിന്നൊക്കെ അവർക്ക് ഫണ്ട് കിട്ടുന്നു, യഹൂദന്മാരും ക്രിസ്ത്യാനികളും കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള, പിന്നെ സംഘപരിവാറുകാർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. എന്തായാലും ശരി, പറഞ്ഞു വരുന്ന കാരണം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത് തന്നെ, അതായത് ഇബ്രാഹിം നബി എന്ന് പറയുന്ന ഒരു നബി, ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ. ഇബ്രാഹിം, അത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അംഗീകരിക്കുന്നതാണ് ആ പ്രവാചകന്. അദ്ദേഹത്തിന്റെ 2 മക്കളാണ് ഇസ്ഹാക്കും ഇസ്മായിലും. ഇസ്മായിൽ എന്ന് പറയുന്ന പ്രവാചകൻ മക്കയിലോട്ട് പോയി, ഇസ്ഹാക്ക് എന്ന് പറയുന്ന പ്രവാചകൻ ജെറുസലേമിലേക്ക് പോയി. അപ്പോൾ ജെറുസലേം യഹൂദന്മാരുടെ എന്തോ പരിശുദ്ധ സ്ഥലമാണെന്നാണ് പറയുന്നത്. എങ്ങനെ യഹൂദന്മാർ എന്നാണ് ഉണ്ടായത്? നമ്മളത് മനസ്സിലാക്കാത്തത്. അപ്പൊ ചരിത്രം എന്ന് പറയുന്ന, ചരിത്രം ബാക്കിലോട്ട് പോകണം, പിന്നിലോട്ട് പോകണം. ചരിത്രം ഇപ്പോഴെഴുതിയല്ല. ആ സ്ത്രീ പറയുന്ന കേട്ടാൽ തോന്നും ചരിത്രമൊക്കെ പഠിച്ച് അന്ന് ജീവിച്ചിരുന്ന 1917 ജീവിച്ചിരുന്ന സ്ത്രീയാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ശരി, നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇസ്രയേൽ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രവാചകന്റെ പേരാണ്. അതായത് ഇസ്ഹാക്കിന്റെ മകൻ, ഇബ്രാഹിം നബിയുടെ പുത്രന്റെ പുത്രൻ യാക്കൂബ് നബി. യാക്കൂബ് നബിയുടെ വേറൊരു പേരാണ് ഇസ്രായേൽ. ഖുർആനിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. യാ ബനി ഇസ്രായേൽ, എത്രയെങ്കിലും സ്ഥലങ്ങളിൽ യാ ബനി ഇസ്രായേൽ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ട്. എന്താണ് യാ ബനി ഇസ്രായേൽ? അല്ലയോ ഇസ്രായേൽ സന്തതികളെ. ആരുടെ മക്കളാണ്? യാക്കൂബ് നബിയുടെ മക്കളെ എന്നാണ് സംബോധന ചെയ്യുന്നത്. യാ ബനി ആദം, ആദമിന്റെ മക്കളെ എന്നും സംബോധന ചെയ്യുന്നുണ്ട്. അപ്പോ ചരിത്രമെന്ന് പറയുന്നത്, ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കണമെങ്കിൽ, ഇന്ന് സത്യസന്ധമായ ചരിത്രം പഠിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം. ഒന്നുമല്ല, ഖുർആൻ എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഗ്രന്ഥമല്ല, മാനവരാശിയുടെ ഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നും, മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും, മനുഷ്യന്റെ അവസാനം എങ്ങനെയാണെന്നും, ഈ ലോകത്തിന്റെ അവസാനം എങ്ങനെയാണെന്നും ഒക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് ജാതി മത വർണ്ണ ചിന്തകൾക്ക് അതീതമായി അതിനെപ്പറ്റി ഇംഗ്ലീഷിലും മലയാളത്തിലും ലോകത്തിലെ എല്ലാ ഭാഷകളും അതിന്റെ തർജ്ജമയുണ്ട്. അതൊക്കെ പഠിക്കാതെ ചരിത്രം പറയാനായിട്ട് ചാനലിൽ വന്നിരുന്ന് എന്ത് വിഡ്ഢിത്തരവും എന്ത് വേഷവും കെട്ടാൻ നിങ്ങൾക്കൊക്കെ ആരാണ് അധികാരം തന്നത്? ചരിത്രം പഠിച്ചിട്ട് സംസാരിക്കണം, സത്യം പറയണം. മനുഷ്യനാണെങ്കിൽ നിങ്ങൾ സത്യം പറയണം, സത്യമനുസരിച്ച് ജീവിക്കണം, സത്യത്തെ മുറുകെ പിടിക്കണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും യഹൂദന്റെ വേറെ ഏതെങ്കിലും പാശ്ചാത്യ മീഡിയകളുടെയോ ഒക്കെ സഹായം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെയും ബാക്കി രാജ്യങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന ഈ തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കാൻ കേരളത്തിലെ മതേതര ചിന്തകരായ, മതേതരത്തിൽ വിശ്വസിക്കുന്ന സംസ്കാര സമ്പന്നരായ ജനതയൊന്നും ഒരിക്കലും നിങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നില്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം ഉണ്ടാകുന്നത് എന്നാണ് 47-48 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ UN അംഗീകരിച്ച പ്രമേയം എന്ന് പറയുന്നത് ഫലസ്തീൻ എന്നും ഇസ്രായേൽ എന്നും പറയുന്ന 2 രാഷ്ട്രങ്ങൾ, അതിന് വ്യക്തമായ ബോർഡറോട് കൂടിയാണ്. അത് UN പ്രമേയം പാസ്സാക്കിയതാണ്. അന്നും ഇന്നും യഹൂദന്മാർ ഈ ഇസ്രായേലുകൾ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അതിനെ കാപട്യമായിട്ട്, കള്ളമായാണ് ഇപ്പോൾ ഈ ചാനലിൽ വന്നിരുന്ന് പറയുന്നത് ഈ സ്ത്രീ. കള്ളം പറയരുത്. അപ്പോൾ ഇന്ന് വരെ ഈ യഹൂദന്മാർ ഈ ജൂതരാഷ്ട്രം അംഗീകരിച്ചിട്ടില്ല. ജൂതന്മാരെ വെറുപ്പോടുകൂടി കാണേണ്ട കാര്യമൊന്നും മുസ്ലിങ്ങൾക്കില്ല. നിങ്ങൾ പറയുന്ന മുസ്ലിങ്ങളെല്ലാം കൂടെ, അറബ് രാജ്യങ്ങളെല്ലാം കൂടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതായത് ഒരു രാജ്യവും ഇല്ലാതെ കിടന്ന, ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ചിതറിക്കിടന്ന, എന്തുകൊണ്ട് ചിതറിക്കിടന്നു? പിന്നെ ആ സ്ത്രീ പറയുന്നുണ്ട്, യഹൂദന്മാര് എന്തുകൊണ്ട് അങ്ങനെ ആയി, വെറുക്കപ്പെട്ടവരായി, എന്തുകൊണ്ടായി? അതായത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു അല്ലെങ്കിൽ ജീസസ് എന്ന് പറയുന്നത്
ഞങ്ങൾ, അതായത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു പ്രവാചകനാണെന്നാണ്. അപ്പൊ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ മകനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, ദൈവം തന്നെയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ യഹൂദന്മാർ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അതായത് അവരുടെ പ്രവാചകനായ മൂസാ നബി, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു മൂസാ നബിയിൽ വിശ്വസിക്കണം. അതാണ് മൂസാ നബിയിലും യേശു ക്രിസ്തുവിലും ഈസാ നബിയിലും വിശ്വസിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല. അതാണ് ഇസ്ലാമിന്റെ പ്രമാണം. എന്തായാലും ശരി. അപ്പോ ഈ ജീസസിന് കുരിശി തറച്ചവരാണ് യഹൂദന്മാർ. അങ്ങനെയാണ് അവർ വെറുക്കപ്പെട്ടവരായത്. അതിന് മുസ്ലിങ്ങൾ എന്ത് പഠിച്ചു? മുസ്ലിങ്ങളൊന്നും പഠിച്ചിട്ട് കാര്യം, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ യേശുവിനെ കുരിശി തറച്ചെന്ന്. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പൊ മുസ്ലിങ്ങളുടെ വിരോധികളൊന്നും അല്ല യഹൂദന്മാർ മാത്രമല്ല, യഹൂദന്മാരായാലും ക്രിസ്ത്യാനിയായിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും ബുദ്ധമതക്കാരായിരുന്നാലും ജൈനമതക്കാർ, ലോകത്തിലെ ഏത് വിഭാഗങ്ങൾക്കും അവരവരുടേതായ മതസ്വാതന്ത്ര്യമുണ്ട്. അവരവരുടെ രാജ്യങ്ങൾ വസിക്കുന്ന അവർക്ക് ഭരണഘടന, അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവരുടെ അവകാശങ്ങളിൽ പെട്ടവനാണ് അവൻ്റെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള മതം പ്രചരിപ്പിക്കാം, അതിനെപ്പറ്റി മേന്മ പറയാം. പക്ഷെ ബാക്കിയുള്ള മതങ്ങളെ ആക്ഷേപിക്കരുത്. നിനക്ക് നിന്റെ മതം അനുസരിച്ച് ജീവിക്കാം, നിന്റെ മതം പ്രചരിപ്പിക്കാം, നിനക്ക് ആളിനെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇവിടെ നടക്കുന്നത് അതല്ല. അതായത് ഇസ്ലാമിനെതിരെ ഒരു അജണ്ട ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഇസ്ലാമിനെ എല്ലാ മതക്കാർക്കും, ഇന്ന് നിലവിലുള്ള എല്ലാ മതക്കാർക്കും ഭയമാണ്. ഇസ്ലാമിനെ നിങ്ങൾ എത്രത്തോളം വിമർശിക്കുന്നു അത്രത്തോളം ഇസ്ലാം വളരുകയാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇസ്ലാം ആരെങ്കിലും റേപ്പ് ചെയ്തിട്ടുണ്ട്, അവരെ കൊലപാതകം നടത്തിയിട്ടുണ്ട്, ഇസ്ലാമിൽ ആ അജണ്ട ഇല്ല. ഇസ്ലാമില് ആരെ റേപ്പ് ചെയ്ത് ഏതെങ്കിലും പച്ച വർഗീയത ഈ സംഘ് പരിവാറുകാരും ഈ സംഘികളും ക്രിസംഘികളും പറയുന്ന, അല്ലെങ്കിൽ യഹൂദന്മാരും പറയുന്ന പച്ച വർഗീയത പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒക്കും? നിങ്ങൾക്ക് കാണാനൊക്കില്ല. ലോകത്ത് പരസ്യമായിട്ട് പൂർണ്ണ നഗ്നരാക്കി 2 യുവതികളെ നമ്മുടെ ഇന്ത്യയിൽ, മണിപ്പൂരില് ക്രിസ്ത്യാനികളാണ് അവര് നഗ്നരായി നടത്തിക്കൊണ്ട് പോയാണ് ഒരു കൂട്ടം ജനങ്ങള്. എന്നിട്ട് കൊണ്ടുപോയി റേപ്പ് ചെയ്യാണ്. റേപ്പ് ചെയ്തിട്ട് അവരെ ചുട്ടുകൊല്ലാണ്. നാളെ അവർ സാക്ഷികളാവരുത്. നാളെ അവർ ചാനലിന്റെ മുമ്പിൽ വന്ന് ഒന്നും പറയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് കൊന്നുകളയാണ്. അതാര് ചെയ്യും? ഈ ലോകത്ത് ചെയ്യുന്നെങ്കിൽ സംഘപരിവാർ ശക്തികളും ചെയ്യും, യഹൂദന്മാരും ചെയ്യും. മുസ്ലിങ്ങൾ ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ മുസ്ലിം ഒരു ജനത കൂട്ടമായിട്ട് ഈ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിക്കൊണ്ട് പോയി ബലാത്സംഗം ചെയ്ത് ചുട്ടുകൊന്നുവെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അന്ന് നമുക്ക് തീരുമാനിക്കാം ഇസ്ലാം എന്താണെന്ന്. അപ്പൊ അതിനുള്ള കഴിവില്ലെങ്കിൽ അവിടെ ഇവിടെ ഇരുന്ന് ചെറ്റ വർത്തമാനം ആണായാലും ശരി പെണ്ണായാലും ശരി പറയാൻ പാടില്ല. അതൊക്കെ മനസ്സിലാക്കണം ആദ്യം. അപ്പോ ചരിത്രം പഠിക്കാതെ വന്നിരുന്ന് വിഡ്ഢിത്തരം വിളമ്പുന്ന ഈ ഇന്നലെ ഷാജൻ സ്കറിയ പറഞ്ഞതാണ്, മുസ്ലിങ്ങൾ എന്നെ മുസ്ലിം വിരോധിയായിട്ട് കാണുന്നു. മുസ്ലിം വിരോധി തന്നെയാണ്. ഷാജൻ സ്കറിയ അടുത്ത് ഞാൻ വ്യക്തമായിട്ട് പച്ചയ്ക്ക് പറയാണ്, നീ 1ാം ക്ലാസ് വർഗീയവാദിയാണ്. നീ 1ാം ക്ലാസ് വർഗീയവാദി. നീ ഇസ്ലാമിനെ നിനക്ക് ഏത് രീതിയിലും നീ നശിപ്പിക്കാൻ വിചാരിച്ച, അല്ലെങ്കിൽ ഇവിടെയുള്ള സംഘപരിവാറ ക്രിസ്തംഗികളോ വിചാരിച്ച ഇസ്ലാമിനെ നശിപ്പിക്കാൻ നോക്കില്ല. ലോകത്ത് ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഇസ്രായേൽ ആയിരുന്നാലും ശരി, ഫലസ്തീൻ ആയിരുന്നാലും ശരി, നാളെ ഒരു സുപ്രഭാതം ഉണ്ടാകും. ഈ യഹൂദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും. ഇല്ലാന്ന് പറയാമോ? ഇന്നിപ്പോ ഇന്ത്യയിൽ മോഡിയുടെ ഭരണം ഈ നേപ്പാളിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഉണ്ടായതുപോലെ ഭരണമാറ്റങ്ങൾ ഉണ്ടാവും. ഇവരൊക്കെ ഓടേണ്ടി വരും, സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീലങ്കയിൽ ഭരണവാദി ഓടി അവിടുന്ന് രക്ഷപ്പെട്ടു. അതുപോലെ മോഡിയും ഓടി രക്ഷപ്പെടേണ്ടി വരും. മോഡിയുടെ ഒരേ ഒരു യോഗ്യത, ഇന്ത്യ ഭരിക്കാൻ കിട്ടിയ ഒരേ ഒരു യോഗ്യത എന്ന് പറയുന്ന 2000-ൽ പരം മുസ്ലിങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയവരാണ്, ബലാത്സംഗം ചെയ്ത് കൊന്നവരാണ്, പൂർണ്ണ ഗർഭിണിയെ തൃശൂലം വെച്ച് കുത്തി അതിലെ കുട്ടിയെ എടുത്ത് ചുട്ടുകൊന്നവരാണ് ഈ സംഘപരിവാർ ശക്തികൾ. അവരുടെ അതേ അജണ്ട തന്നെയാണ് ഈ യഹൂദന്മാർ നടത്തുന്നത്. ഇതിനൊക്കെ ദൈവം സാക്ഷിയാണ്. ഇതിനൊക്കെ ആരും മറുപടി പറയേണ്ടി വരും. കാലം മറുപടി പറയിച്ചിരിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ശരി, ചാനലിൽ നിന്ന് വിഡ്ഢിത്തം വിളമ്പുമ്പോൾ കുറച്ചെങ്കിലും ചരിത്രം പഠിക്കണം. ശരിയായ ചരിത്രം പഠിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം. ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ ഭാഷകളിലും തർജ്ജമ കിട്ടും. അതൊന്ന് വായിച്ചു നോക്കണമെന്നാണ് എനിക്ക് ഈ ചാനലിൽ വന്നിരുന്ന് ഓരോ വെട്ടിത്തരം വിളമ്പുന്ന സംഘികളോടും സംഘപരിവാർ ശക്തികളോടും അവരുടെ ഫണ്ട് കൈപ്പറ്റുന്ന, പല സ്ഥലത്തു നിന്ന് ഫണ്ട് കിട്ടും ഇസ്ലാമിനെ അടിച്ചാലെന്ന്. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്താദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയത് ആരാണെന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. കാര്യം നീ ഒന്നും അന്ന് ജനിച്ചിട്ട് പോലുമില്ല.
ഈ ചാനൽ അവതാരകയായിരുന്നാലും ശരി, ഈ സാഹിഷ്കറിയ ആയാലും ശരി, അവനൊന്നും അന്ന് ജനിച്ചിട്ടില്ല. അവനൊക്കെ അപ്പൻ്റെ മറ്റടുത്ത് തുമ്പിലിരിക്കുകയാണ്. അപ്പോൾ അവര് ഈ ഇത് സെർച്ച് ചെയ്ത് നോക്കണം. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ, ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വകയല്ല. ലോകത്ത് ആർക്കും അറിവ് സമ്പാദിക്കാൻ വേണ്ടി കിട്ടും. എന്തായാലും അവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അപ്പോൾ ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് ആണ്. നീൽ ആംസ്ട്രോങ് അവസാനം എങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കുക. ആരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറഞ്ഞില്ല നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണം, നിനക്ക് നീൽ ആംസ്ട്രോങ്ങിന് ആരും ഫണ്ട് കൊടുത്തിട്ടില്ല, ആരെങ്കിലും സ്വാധീനിച്ചിട്ടില്ല. ഈ നീൽ ആംസ്ട്രോങ് ഒരു മുസ്ലിം പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് മുസ്ലിം പെണ്ണിനെ സ്വാധീനിച്ച് ഇസ്ലാം ആയതല്ല. അതൊക്കെ പഠിക്കണം, ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കാതെ വന്നിരുന്ന് വിഡ്ഢിത്തരം വിളമ്പരുത്. ഇസ്ലാമിനെ തകർക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത് നല്ലതാണ്. എല്ലാ മതങ്ങൾക്കും അവനവൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇസ്ലാമിനെ മാത്രം ആക്ഷേപിക്കാൻ വേണ്ടി ഈ ചാനലിൽ വന്നിരുന്ന് തുള്ളുന്ന പെണ്ണായാലും ആണായാലും അവർക്ക് ഞാൻ മുന്നറിയിപ്പ് തരെയാണ്. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. അടുത്ത വീഡിയോ വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.